ഈ അടുത്ത് തമിഴ്നാട്ടിൽ സംഭവം ഉണ്ടായി. SBIയിൽ ഒരാൾക്ക് സർക്കിൾ ബേസ് ഓഫീസറായിട്ട് ജോലി കിട്ടി. നിയമന ഉത്തരവ് കമ്പനി അയച്ചു കൊടുത്തു. പക്ഷെ അയാളെ പിന്നീട് പിരിച്ചുവിട്ടു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരന്വേഷിച്ചപ്പോൾ ഈ വ്യക്തിക്ക് സിവിൽ സ്കോർ വളരെ കുറവാണ്. അതാണ് പിരിച്ചുവിടാൻ കാരണം. അയാൾ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. മദ്രാസ് ഹൈക്കോടതിയിൽ അയാൾ പെറ്റീഷൻ വെച്ചു. ഹൈക്കോടതി പഠിച്ചു. എന്നിട്ട് വിധി പ്രസ്താവിച്ചത് SBIക്ക് അനുകൂലമായിട്ടാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കമില്ലാത്തയാൾ, ലോൺ എടുത്താൽ തിരിച്ചടക്കാത്തയാള് പൊതുപണം എങ്ങനെ കൈകാര്യം ചെയ്യും? അയാൾ അതിന് യോഗ്യനല്ല. അതുകൊണ്ട് SBI എടുത്ത നടപടി ശരിയാണ് എന്നാണ് കോടതി വിധിച്ചത്. ഒരു ബാങ്കിംഗ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ ഓഫീസേഴ്സ് ആരായാലും അവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കമുള്ളതായിരിക്കണം. അല്ലാത്തവർ ആ വർക്ക് ചെയ്യാൻ യോഗ്യരല്ല. ബാങ്കിൽ മാത്രമല്ല, ഈ വിധി എല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എടുക്കുക. ആ സ്ഥാപനത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ അഴിമതി തടയുക എന്നുള്ളതാണ്. അപ്പൊ അത് പറ്റിയ ഉദ്യോഗസ്ഥരായിരിക്കണം അവിടെ ഇരിക്കേണ്ടവർ. അവർ തന്നെ അഴിമതിക്കാരായാൽ ആ കമ്പനി, ആ പ്രസ്ഥാനം, ആ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും അതിന്റെ പർപ്പസ് സെർവ് ചെയ്യാൻ പോകുന്നില്ല. ഒരു പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താ നമുക്കറിയാം, പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം പരിസ്ഥിതി സ്നേഹികളായിരിക്കണം. സ്നേഹികളല്ലെങ്കിൽ പോലും ആ പരിസ്ഥിതി ദ്രോഹം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കരുത് എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു വർക്ക് നമ്മൾ എവിടെ വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ വിഷനും മിഷനും എന്താണോ അതിന് കൺഫേം ചെയ്യുന്നതായിരിക്കണം അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരന്റെയും ഒബ്ജക്റ്റീവും പർപ്പസും പ്രവൃത്തികളും.